ഞാനും ഇഷാമും റോസും കൂടെ ഒരു ജെറോക്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. എന്താന്നല്ലേ നാട്ടിൽ പോവാണ്, അപ്പൊ അതിന്റെ ലെറ്റർ ജെറോക്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ജെറോക്സ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ നല്ല സന്തോഷത്തോടെ പോകണം, കാരണം ലീവ് കിട്ടി, പെരുന്നാൾക്ക് വേണ്ടിയിട്ട് നാട്ടിൽ പോകാൻ ലീവ് കിട്ടി. വിചാരിച്ച അത്ര കുറേ ലീവ് ഒന്നും കിട്ടിയില്ല, കുറച്ചേ കിട്ടിയുള്ളൂ. പക്ഷേ ഉള്ളത് കൊണ്ട് നമ്മൾ ഓണം പോലെ പിന്നെ നമ്മൾ വേഗം ഹോസ്റ്റലിലോട്ട് പോവാണ്. പിന്നെ ഇത് ഉച്ചക്കാട്ട സംഭവം. പിന്നെ തിരിച്ച് ഹോസ്റ്റലിൽ ഫുഡ് കഴിച്ച് ഇറങ്ങുമ്പോൾ നമ്മൾ ലഗേജ്, കാരണം എന്താന്ന് വെച്ചാൽ ക്ലാസ് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ നേരിട്ട് പോകാം. അതുകൊണ്ട് പിന്നെ യൂണിഫോം തന്നെ ഇട്ടിട്ട് പോകാനുള്ള പ്ലാനാണ്. അങ്ങനത്തെ നേരെ അവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ വൈകുന്നേരം ആവാനുള്ള ഒരു തത്രപ്പാട്. അതിന്റെ അടുത്ത് ഞാൻ അക്ഷയിനെ നോക്കി വരച്ചിട്ടുണ്ട്. ഇത് എന്തായാലും സെറ്റ് അല്ല. ആദ്യം ഞാൻ മുഖം വരച്ചു, പിന്നെ ഫുള്ള് വരച്ചു. അടിപൊളി കലാകാരി ആവേണ്ടി. പിന്നെ എങ്ങനെയോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ സമയമായപ്പോൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മുന്നേ വന്നിട്ടുണ്ട്, വേഗം അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് യൂണിഫോം ഇട്ട് പോകുന്നത്. അതിന്റെ എല്ലാവിധ ചടപ്പുകളും നമുക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളെ യൂണിഫോം അത്രയും ഭംഗിയുള്ളതാണ് കാണാൻ വേണ്ടി. വരുന്ന വഴിക്ക് കുറച്ച് പട്ടികളൊക്കെ നമ്മൾ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിലെത്തി ആദ്യം കണ്ട ബസ് കയറിയില്ല, കാരണം സീറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത ബസ് കയറാൻ നിൽക്കുകയാണ്. അങ്ങനെ ബസ് കയറി കുറച്ച് സമയം ഇരുന്നപ്പോൾ തന്നെ എല്ലാവരും ഓരോ വൈക്കായിട്ട് നമ്മൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഓടിയായിരുന്നു. നാപ്പിനുള്ള ട്രെയിൻ നമ്മൾ 5:35 കറക്റ്റ് ആയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തോ തിരക്കുണ്ടായിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്തേക്കാൻ പറയട്ടെ, ഇത് നോക്കി വെച്ചോ എന്നുള്ള സംഭവം പറയാണ്. പിന്നെ ഇഷാമൊക്കെ വീഡിയോ തുറന്ന ഫുൾ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ പിന്നെ കുണുവാ. സീറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം കുറേ സമയം നിന്നിട്ട് പിന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ തിരൂർക്കാണ് വന്നിട്ടുള്ളത്. പരപ്പനങ്ങാടി സ്റ്റോപ്പ് ഇല്ലാത്തതാണ്. അങ്ങനെ ഞാനും മുന്നേ അവിടെ കുറച്ച് നേരം കാത്തുനിന്നപ്പോൾ എൻ്റെ ഉമ്മയും ഇപ്പയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ